നമുക്കിതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇടപെടാൻ ഇവിടുത്തെ സാധാരണക്കാരായ വ്യാപാരികളും ചുമട്ടുതൊഴിലാളികളും ഒക്കെ ഇടപെട്ടതുകൊണ്ട് ഇതിൻ്റെ മുകളിലുണ്ടായിരുന്ന ജീവനക്കാരെയും ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളെയും ഒക്കെ തുടക്കത്തിൽ തീപിടുത്തം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ എല്ലാവരെയും താഴേക്ക് ഇറക്കാൻ സാധിച്ചു. താഴെ ഉണ്ടായിരുന്ന കടകൾ മുഴുവൻ പൂട്ടി, ആ കടകളിലുണ്ടായിരുന്ന സാധനങ്ങൾ മാറ്റി. അത്രമേൽ ഇടപെടൽ. നമ്മളിപ്പോൾ ഇത്രയും മണിക്കൂറിൽ നിന്ന് കത്തിയെന്ന് പറയുമ്പോഴും ആ കത്തുന്നത് കൂടുതൽ ദുരന്തത്തിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമം വളരെ ശ്രമകരമായി തന്നെ ഇവിടെ നാട്ടുകാരുടെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടായി. കാരണം ഈ കെട്ടിടം എന്ന് പറയുന്നത് വലിയ വ്യാപാര സമുച്ചയമാണ്. ഇവിടെ ബസ് സ്റ്റാൻഡ് മാത്രമല്ല, ഇതിൻ്റെ താഴെ നിലയിൽ പ്രവർത്തിക്കുന്നത് ഒരു 10-100 സ്ഥാപനങ്ങളാണ്. മുകളിൽ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ആണെങ്കിലും താഴെ അതിലധികം സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്നും തീ പടരാത്ത വിധത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി സാധിച്ചു. ഒപ്പം കോഴിക്കോട് കോർപ്പറേഷൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണ സ്ഥിരാ കേന്ദ്രത്തിൽ നിന്ന് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുമൊക്കെ ഇവിടേക്ക് എത്തുകയും അത് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ, ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്. അപ്പോഴും നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇത്രയും ഫയർ യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തിയിട്ടും ഇപ്പോൾ നോക്കൂ, എയർപോർട്ടിൽ നിന്നുള്ള ഹൈടെക് യൂണിറ്റ് ഇവിടെ നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂർ സമയം കഴിഞ്ഞു. എന്നിട്ട് പോലും ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കുന്നില്ല. ഈ കെട്ടിടത്തിൻ്റെ മറുഭാഗത്ത് നിന്ന്, അതായത് നേരത്തെ തുടക്കത്തിൽ പറ്റാത്ത വിധത്തിൽ ഈ പുതിയ കെട്ടിടത്തിൻ്റെ, അതായത് തീ പടരാത്ത കെട്ടിടത്തിൽ നിന്ന് പോലും ഇങ്ങോട്ട് വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് പോലും തീ പൂർണ്ണമായി അണയ്ക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ തുടക്കത്തിലുണ്ടായിരുന്ന വലിയ ആളിക്കത്തലും അതുപോലെ വലിയ പുകയും ഒക്കെ അവസാനിച്ചിരിക്കുന്നു. തീ ഒരു നിയന്ത്രണ വിധേയം അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്ന വിധത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ഭയാനകമായ സാഹചര്യം, ഭീതിജനകമായി ഉയരുന്ന തീയും പുകയും ഒക്കെ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം.